യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അമ്മേ, അമ്മ എന്നോട് ക്ഷമിക്കണം. അമ്മ, അമ്മേ, അമ്മ ഞാൻ പറയുന്നത് കേക്കമ്മേ. ഞാൻ അമ്മയെ കൂടെ കാണാൻ വേണ്ടിയാ വന്നത്. അമ്മേ, 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 അമ്മേ ഒന്ന് കതക് തുറക്കമ്മേ. അമ്മയും അച്ഛനെയും കണ്ട് മാപ്പ് ചോദിക്കാനാ ഞാൻ വന്നത്. ഒന്ന് കതക് തുറക്കമ്മേ. എന്നോട് എന്തെങ്കിലും ഒന്ന് പറയ് പ്ലീസ്. അമ്മേ, ഒന്ന് കതക് തുറക്ക്. അമ്മേ, അമ്മേ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അമ്മേ, അമ്മേ ഒന്നും വേണ്ട, എന്നെ വീട്ടിനകത്ത് പോലും കേട്ടണ്ട. ഞാൻ ആ കാൽക്കൽ വീണൊന്ന് മാപ്പ് ചോദിച്ചോട്ടെ പ്ലീസ്. അമ്മേ ഒന്ന് കതക് തുറക്ക്. അമ്മേ, എനിക്ക് വേറെ ഒന്നും വേണ്ട. അമ്മ ഒന്ന് കാണണം. ചെയ്തു പോയ തെറ്റുകൾ ഏറ്റു പറയണം. ഒരു പക്ഷേ ഇനി ഞാൻ പോകുന്നത് മരണത്തിലേക്കാണെങ്കിലും എനിക്ക് ഒരു സമാധാനം വേണം അമ്മ. അതിനു വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒന്ന് കതക് തുറക്കമ്മ. മരിക്കാൻ പോകുന്ന ഒരു മകന് അമ്മയുടെ മുന്നിൽ ഒന്ന് യാചിക്കുന്നത് വേറൊന്നുമല്ല. എനിക്കെന്റെ അമ്മയുടെ മുഖം ഒന്ന് കണ്ടാൽ മാത്രം മതി. അത് കഴിഞ്ഞ് ഞാനങ്ങ് പൊയ്ക്കോളാം. പോയി എവിടെയെങ്കിലും ചെന്ന് ജീവൻ ഒടുക്കിക്കോളാം. അമ്മേ പ്ലീസ് ഒന്ന് കതക് തുറക്കമ്മേ. മരിക്കുന്നതിന് മുമ്പേ എന്റെ ഒരു ആഗ്രഹമാണ്. നിനക്ക് എന്താണ് വേണ്ടത്? അമ്മ എന്നോട് ക്ഷമിക്കണം. എനിക്ക് മാപ്പ് തന്നു എന്നൊന്ന് പറയണം. അത്രയും മതി. അമ്മേ, തൊട്ടു പോകരുത് എന്റെ കാലില്. മാറി നിക്കട. അമ്മേ ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിക്കവിടെ. ഈ പടിക്കകത്ത് നീ കയറി പോകരുത്. പൊയ്ക്കോണോ എന്റെ മുമ്പിൽ നിന്ന്. അമ്മ, 10 മാസം ചുമന്ന് പ്രസവിച്ച മകനല്ലേ ഞാൻ. എന്റെ വിഷമം എന്റെ അമ്മയൊന്ന് കേൾക്ക്. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. നീ അനുഭവിക്കണം. ഇതല്ല, ഇതിനപ്പുറം നീ അനുഭവിച്ചേ മതിയാകൂ. എന്നാലേ നിന്റെ അച്ഛനോട് നീ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമാകുള്ളൂ. സുന്ദരിയോടും വൈകയോടും നീ കാണിച്ച ക്രൂരതയ്ക്ക് പരിഹാരമാകുള്ളൂ. അനുഭവിക്കേണ്ടതെല്ലാം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. എല്ലാവരുടെയും ശിക്ഷ ഏറ്റുവാങ്ങി. ഞാനിപ്പോ ജീവിക്കുന്നത് പോലും വൈകിക്ക് വേണ്ടിയാ. അവളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയാ. അവള് പെണ്ണാടാ, പെണ്ണ്. അതുകൊണ്ടാ നിന്റെ സന്തതി കയ്യിലുണ്ടായിട്ട് പോലും നിന്നെ ആട്ടിയിറക്കി വിട്ടത്. അമ്മ എന്റെ കൂടെ വൈകയുടെ വീട് വരെ ഒന്ന് വരണം. അമ്മ വന്ന് വൈകയോടൊന്ന് പറയണം എന്നെ സ്വീകരിക്കാൻ. അവള് കേൾക്കും. അമ്മ പറഞ്ഞാൽ അനുസരിക്കും. നാണമില്ലേടാ നിനക്ക് എന്റെ മുന്നിൽ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? സുന്ദരിയും വൈകയൊക്കെ നട്ടലുള്ള പെമ്പിള്ളാരാ. അതുകൊണ്ടാ ആണെന്നും പറഞ്ഞ് മീശയും വെച്ച് നടക്കുന്ന നിന്റെയൊക്കെ മുൻപിൽ ഓച്ചാനിച്ച് നിൽക്കാത്തത്.
നേരത്തെ നീ പറഞ്ഞില്ലേ മരിക്കുന്നതിന് മുൻപ് മാപ്പ് വേണമെന്ന്? ഞാൻ നിന്നോട് മാപ്പെന്നൊരു വാക്ക് പറഞ്ഞാലും നിനക്ക് ശാപമോക്ഷം കിട്ടാൻ പോകുന്നില്ല. നിനക്കത് കിട്ടണമെങ്കിൽ നീ മരിക്കണം. അത്രയ്ക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ട് നീ. ഒരമ്മയുടെ വായിൽ നിന്ന് വീഴാൻ പാടില്ലാത്ത ശാപോ ഇത്. നീ നീ ഈ ജന്മത്ത് ഗുണം പിടിക്കില്ലടാ. കടന്നു പോ എന്റെ മുമ്പിൽ നിന്ന്. മേലിൽ ഈ വഴിക്ക് കണ്ടുപോകരുത്. കാർത്തിക് വന്നിട്ട് പോയി. നീ ഇവിടെ ഉണ്ടാവുന്നുള്ള ഒരു സംശയം അവനില്ല. മോള് ധൈര്യമായിട്ടിരിക്കെ. നിന്നെ ഏറ്റവും സുരക്ഷിതമാക്കാൻ പറ്റുന്ന ഒരിടത്തേക്ക് തന്നെയാ നിന്റെ കൃഷ്ണമാമ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോ കൃഷ്ണൻ പറഞ്ഞൊരു വാക്കുണ്ട്. കാർത്തിക് സുന്ദരിയെ അന്വേഷിക്കാൻ സാധ്യതയില്ലാത്ത ഒരേ ഒരിടം അവന്റെ വീട് തന്നെ ആയിരിക്കുമെന്ന്. മോള് ധൈര്യമായിട്ടിരിക്കെ. കിടന്നുറങ്ങിക്കും. കാര്യങ്ങളൊക്കെ ഞാൻ കൃഷ്ണനെ വിളിച്ചു പറഞ്ഞോളാം. മാഡം, വൈഗ മാഡം ഹോസ്പിറ്റലിൽ എങ്ങാനും പോയോ? എന്തുപറ്റി? വൈഗ മുകളിലില്ലേ? ഇല്ല. സാധാരണ ചായ കുടിക്കാനായി താഴേക്ക് ഇറങ്ങി വരുന്നതാ. കാണാഞ്ഞോണ്ടാ ഞാൻ ചായയും കൊണ്ട് മുകളിലോട്ട് പോയത്. അപ്പൊ അവിടെ ഇല്ല. കുഞ്ഞവിടെ ഉണ്ടോ? ഇല്ല മാഡം. അതാ ഞാൻ ആശുപത്രിയിൽ എങ്ങാനും പോയതാണോ ചോദിച്ചത്. നീ ആ ടെറസിലും വെളിയിലും ഒക്കെ നോക്കി വേഗം ആവട്ടെ. ശരി മാഡം. ലക്ഷ്മി, ഞാൻ വൈദേഹിയ. ഫോൺ സുന്ദരിക്കൊന്ന് കൊടുക്കാമോ?